ജോർജ് ജോസഫ്, നേരത്തെ താങ്കൾ സംസാരിച്ച വിഷയത്തിൽ സെബിയെ പരാമർശിച്ചപ്പോൾ സെബി അംഗീകരിച്ചു എന്ന് താങ്കൾ പറഞ്ഞതിനെയാണ് എൻ ശ്രീകുമാർ ചലഞ്ച് ചെയ്തത്. ഞാനത് വീണ്ടും താങ്കളുടെ ഓർമ്മയിലേക്ക് കൊണ്ടിരുന്നു. ഈ സെബിയിലേക്ക് അപേക്ഷ പോയത് അടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിന് അറിയാവുന്ന കാര്യമാണല്ലോ. അങ്ങനെയാണെങ്കിൽ ജൂൺ 29 ഈ വിഷയം ഉയർന്നു വന്ന കാര്യവുമാണ്, താങ്കൾ സൂചിപ്പിച്ചു. ഇപ്പോഴും 29 കഴിഞ്ഞ് ആ മാസവും കഴിഞ്ഞ് ജൂലൈ മാസം 2-ാം തീയതി വൈകുന്നേരമാണ് ഒരു അതിർത്തി നോട്ടീസെങ്കിലും ആളുകളുടെ മുമ്പിലേക്ക് എത്തുന്നത്. ഇതുപോലൊരു ക്രൂഷ്യൽ വിഷയത്തിന് വേണ്ടുന്ന ജാഗ്രതയോടെ വ്യക്തതയോടെ പോകേണ്ട ട്രാക്കിൽ ഈ സർക്കാർ പോകുന്നു എന്ന് ധരിക്കണം ആളുകളെന്ന് സർക്കാരോ സർക്കാരിനെ ന്യായീകരിക്കുന്നവരോ പിന്തുണയ്ക്കുന്നവരോ പറഞ്ഞാൽ അതിന് പാകമാകും വിധത്തിൽ ആ സർക്കാർ പെരുമാറുന്നുണ്ടോ, പ്രവർത്തിക്കുന്നുണ്ടോ? ജോർജ് ജോസഫ്. ശ്രീ ശരത്തെ, ഈ ഞാൻ നേരത്തെ പറഞ്ഞ സെബിയുടെ കാര്യത്തിൽ ഈ അദാനി പോർട്സ് മാൻഡേറ്ററി ഡിസ്ക്ലോഷർ നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ഈ ഓഹരി കൈമാറ്റത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും അതുപോലെ നമ്മുടെ റെഗുലേറ്ററി അതോറിറ്റിയുടെ അടുത്തും മാൻഡേറ്ററി ഡിസ്ക്ലോഷറുകൾ നടത്തുകയാണ്. അപ്പോൾ അതൊരു അനൗൺസ്മെൻ്റായിട്ട് ഇപ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണെങ്കിൽ അതിൻ്റെ അനൗൺസ്മെൻ്റായിട്ട് ഇന്ന കമ്പനി ഇന്ന ഡിസ്ക്ലോഷർ നടത്തിയിരിക്കുന്നു, ഇന്ന കമ്പനിയുടെ ഇന്ന ഓഹരി വിറ്റിരിക്കുന്നു, അല്ല ഇന്ന കാര്യങ്ങളെന്ന് പറയുന്നു. അതേ രീതിയിൽ മാൻഡേറ്ററി നിയമപരമായ ഡിസ്ക്ലോഷർ നടത്തിയിരിക്കുന്നു. അവിടെ സെബിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി അവിടെ ചെയ്യാനുള്ളത് ഇനി ഒരു അംഗീകാരം എന്ന് നമ്മൾ പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരം വേണം. കാരണം ഇതൊരു വിദേശ കമ്പനിയുടെ ആയിട്ടുള്ളൊരു ഡീലാണ്. സ്വാഭാവികമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഷിപ്പിംഗ് മന്ത്രാലയത്തിൻ്റെയും വിദേശ നിക്ഷേപത്തിൻ്റെയും കാര്യത്തിലുള്ള അംഗീകാരം വേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെയൊക്കെ ഒരു ആത്മാർത്ഥതയുടെ ഒരു പ്രശ്നം വരുന്നത് ഈ കേന്ദ്ര സർക്കാരിനെ കത്തെഴുതാം. കേന്ദ്ര സർക്കാരിന് ഇങ്ങനെ ഒരു ഡീൽ നടത്തുന്നതായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു, പക്ഷേ ഞങ്ങളുടെ പ്രയർ അപ്രൂവൽ എടുത്തിട്ടില്ല, 25% അതിൽ കൂടുതലോ ഓഹരി വിൽക്കണമെങ്കിൽ കേരള ഗവൺമെൻറ് ഒരു പ്രയർ അപ്രൂവൽ വേണം, അറിയിച്ചിരിക്കണം, ഞങ്ങളെ അറിയിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഈ കേന്ദ്ര സർക്കാരിന് ഒരു കത്ത് മുഖേന നടത്താത്തത് എന്താണ്? ഇവിടെ ഒരു പ്രതിഷേധ കുറിപ്പിറക്കി ഞങ്ങൾ മേൽ നടപടികൾ സ്വീകരിക്കും, കമ്മിറ്റിയെ രൂപീകരിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടി ശ്രദ്ധേയമായ താങ്കൾ പറഞ്ഞതിനോട് അദ്ദേഹം വിയോജിക്കുന്നുണ്ട് ജോർജ് ജോസഫ്. ആ പോയിന്റിൽ പ്ലീസ് ഒരു ശകല നേരം ശ്രീകുമാർ, അദ്ദേഹം പറഞ്ഞതിലുള്ള അപാകത എന്താണ്? ശ്രീ ജോർജ് ജോസഫ് അല്ലല്ല ശ്രീ ജോർജ് ജോസഫ് പറയുന്ന കത്ത് എൻ്റെ ശ്രീ ജോർജ് ജോസഫ് മുഖ്യമന്ത്രി സഭയിലും ഇന്ന് പ്രസ്താവനയിലും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതിൻ്റെ തീരുമാനം വന്നിട്ടില്ല, ഇതിൽ നടപടിയെടുക്കും. ഈ നടപടി എടുക്കുന്ന വെച്ചാൽ എൻ്റെ നിയമപരമായ നടപടി എടുക്കുന്ന വെച്ചാൽ എൻ്റെ അർത്ഥം എന്താണ്? ഈ കത്ത് അയച്ചുകൊണ്ടിരുന്നാൽ പോരാ, നേരിട്ട് പോയി പറയും. ചിലപ്പോൾ പ്രധാനമന്ത്രി എടുക്കലേ കത്ത് അയച്ചുകൊണ്ട് കാത്തിരിക്കുന്ന പരിപാടിയൊന്നും UDF ഭരണസമിതിക്ക് ഉണ്ടാവില്ല, നേരിട്ടോടെ പോകും. ഓക്കെ, അങ്ങനെ പറയും. നിങ്ങൾ കത്തയക്കുന്നൊന്നും അല്ല പ്രശ്നം, പറഞ്ഞല്ലോ മുഖ്യമന്ത്രി. ശ്രീകുമാർ പറയുന്നത് ഈ ഓഹരി കൈമാറ്റത്തെ ഈ സർക്കാർ തടയുമെന്നാണ്. ശരത്തെ, അല്ല തടയണം, അതാണ് വേണ്ടത്. കാരണം ഇപ്പോൾ ഒരു കാര്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ദ പ്രിന്റ് ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് കേരള The print has learned that while officials of Vizhinjam International Seaport Limited, Kerala government special purpose vehicle for the project, were aware of the proposed agreements എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് വന്നിരിക്കുന്നത് എൻ്റെ കയ്യിലുണ്ട്. കാരണം വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിൻ്റെ ഒഫീഷ്യൽസ് ഈ ഡീലിനെ കുറിച്ച് അവെയറായിരുന്നുവെന്ന് ഉത്തരവാദിത്തപ്പെട്ടൊരു മാധ്യമത്തിൻ്റെ റിപ്പോർട്ടാണ് ഞാൻ വായിച്ചത്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ നേരത്തെ അറിഞ്ഞില്ല എന്ന് പറയുന്നത് തൊണ്ട തുടങ്ങാതെ വിഴുങ്ങാൻ പറ്റുന്നൊരു കാര്യമല്ല. കാരണം ഇത്തരം ഒരു ഡീല് ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഹോൾഡറായിട്ടുള്ള കേരള സർക്കാർ അറിയുന്നില്ല എന്ന് പറയുന്നത് നമുക്ക് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ കഴിയില്ല. അങ്ങനെ അവർ അറിയാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു വീഴ്ച കൂടിയാണ്. അതൊരു വലിയ പ്രശ്നമാണ്. അങ്ങനെ ഒരു 49% ഷെയർ ഒരു വിദേശ കമ്പനിക്ക് വിൽക്കുകയാണ്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പ്രശ്നം എന്താ വെച്ചാൽ ശരത്തെ, ഇതിനകത്ത് വരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് കൃത്യമായ നടപടികളിലേക്ക് സർക്കാർ പോകുന്നില്ല. ഒഴുക്കം മട്ടിൽ പ്രതിഷേധവും സ്റ്റേറ്റ്മെൻറ്റും വന്നു എന്നുള്ളത് ശരിയാണ്.
ശരത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എങ്ങും തൊടാതെ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ശരി. കൃത്യമായ രീതിയിൽ ഇതിന് നടപടികളിലേക്ക് നിങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കണം എന്നുള്ള രീതിയിലേക്ക് പോകുന്നില്ല. ഇത് തടയണം. തീർച്ചയായിട്ടും ഇത് കേരളത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ്. കാരണം ഒരു മൊണോപ്പൊളി ഇന്ത്യയുടെ തുറമുഖ രംഗത്ത് ഒരു വിദേശ കുത്തക ഒരു മൊണോപ്പൊളി അനുവദിച്ചു കൊടുക്കുന്ന ഒരു നീക്കമാണെന്നുള്ളത് കൊണ്ട് ഫെയർ കോമ്പറ്റീഷൻ രൂപപ്പെടരുത്. ഇതുണ്ടായിരുന്നു. അങ്ങനെ എതിർക്കുകയാണെങ്കിൽ എല്ലാവരും അതിനെ പിന്തുണയ്ക്കും. അല്ല, ഞാൻ അങ്ങനെ വി ഡി സതീശൻ സർക്കാർ അങ്ങനെ തടയുമെന്ന് ഞാൻ പറയാൻ ഇടയാക്കിയത് അദ്ദേഹം നേരത്തെ ആവേശത്തോടെ ഒരു കേരളത്തിൻ്റെ ഒരു പൊതുവികാരം എന്ന നിലയിൽ തന്നെ എടുക്കാവുന്ന ഒരു കാര്യം ശ്രീ എൻ ശ്രീകുമാർ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു വേണ്ടി വന്നാൽ പ്രധാനമന്ത്രിയുടെ അടുത്ത് പോവും, കത്തയച്ചൊന്നും അങ്ങനെ കാത്തിരിക്കില്ല എന്ന് വെച്ചാൽ അതിൻ്റെ സെൻസ് അതാണ്.